ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബുക്ക് ഓഫ് ലോഡിൽ വീണ്ടും വരുവാനായിട്ട് ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ഈ ബെന്തിക്കോസ് സഭകളും സമുദായ സഭകളും തമ്മിലുള്ള ഒരു സ്നേഹമില്ലായ്മ. ദൈവ വചനപ്രകാരം യാതൊരുവിധ സ്നേഹവും അവർ തമ്മിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. പെന്തിക്കോസുകാരും സമുദായക്കാരും എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പിസ്കോപ്പൽ മുതൽ അതായത് എപ്പിസ്കോപ്പൽ എന്ന് പറയുന്ന സഭകൾ, അതായത് കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള അല്ലെങ്കിൽ ഇവാഞ്ചലിക് വരെയുള്ള ആ സഭകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഒരു നല്ല സ്നേഹബന്ധത്തിലോ ഐക്യബന്ധത്തിലോ ഒന്നുമല്ല, മനസ്സുകൊണ്ടും വിശ്വാസം കൊണ്ടും അവർക്കെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ? കാരണം എപ്പിസ്കോപ്പൽ സഭകൾ കൂടുതലായും ആരാധിക്കുന്നത് ആരെയാണ്? മധ്യസ്ഥന്മാരെയും അവരുടെ സഹായത്തോടെയാണ് അവര് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ ബെന്തിക്കോസുകാർ എന്താണ് ചെയ്യുന്നത്? അവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ളവരെ ഇഷ്ടവുമല്ല, അവർക്ക് താല്പര്യവുമില്ല. എല്ലാം ഇങ്ങനെ എന്താ പറയുക, ക്രമവും ചന്തവുമായി പോകണം എന്ന് മാത്രമേ അവർക്കുള്ളത് കൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവസ്നേഹം അവരിൽ കുറവാണ് എന്നുള്ളതാണ് വലിയ സത്യം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ബെന്തിക്കോസുകാർക്ക് ഒരു വിശ്വാസമുണ്ട്, വെള്ള ഡ്രസ് ഇടണം അല്ലെങ്കിൽ ആഭരണം ധരിക്കാൻ പാടില്ല എന്ന ഒരു തെറ്റായ ചിന്താഗതി അവരെ വർഷങ്ങളായിട്ട് ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അവരെന്ത് ചെയ്യുന്നില്ല, അവരാ ഒരു പെട്ട ആൾക്കാരെ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് രക്ഷിക്കപ്പെട്ടവർ. കാരണം ആഭരണം ഊരിക്കളയുന്നവരാണ് കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ വെള്ള ഡ്രസ് ഇടുന്നവരാണ് എന്നൊരു ചിന്താഗതി എല്ലാ ബെന്തിക്കോസ് വിഭാഗങ്ങൾക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരെ മാത്രമേ അവര് എന്ത് കാര്യത്തിൽ ഉൾപ്പെടുത്തുള്ളൂ. ബാക്കിയുള്ളവരത് രക്ഷിക്കപ്പെട്ടവരല്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുകയും ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് പറയുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറയുകയും ചെയ്തിട്ടും ഇവരുടെ മനസ്സിൽ എന്താണ്? കർത്താവ് പറയുന്നത്, നിന്നെ പോലെ തന്നെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ ആ ഒരു സ്നേഹം അവർ നിലനിൽക്കുന്നില്ല. കാരണം രക്ഷിക്കപ്പെട്ടവരോട് മാത്രമേ ഇവർക്ക് താല്പര്യമുള്ളൂ. അല്ലാത്തവരോട് അവര് എന്നും എതിർപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ബെന്തിക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. സമുദായ സഭക്കാരും നേരെ തിരിച്ചാണ്. അവർക്ക് ഈ കയ്യടിയും ഈ വെള്ള ഡ്രസ് ഇടുന്നവരെ ആഭരണം ഇടാത്തവരെയൊന്നും അവർക്ക് കണ്ടുകൂടാ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. സുവിശേഷം അറിയിക്കുന്നതിലും അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ്? ഇന്ന് സഭകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സമുദായങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ തമ്മിൽ യാതൊരുവിധ ക്രിസ്ത്യൻസ് ആണ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികളാന്ന് പറഞ്ഞാൽ തന്നെയും യാതൊരുവിധ ഐക്യവുമില്ല. ഇപ്പൊ കല്യാണം കഴിക്കുകയാണെങ്കിൽ പറയൂ, കല്യാണം ബെന്തിക്കോസാണോ? വേണ്ട. അങ്ങനെയുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ ഇടയിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്ന സമുദായക്കാരാണെങ്കിൽ. മറ്റൊരാളെ നേരെ തിരിച്ചാണ്. കാരണം ആഭരണം ഇടുന്നവരാണോ? ഞങ്ങൾക്ക് വേണ്ട. അവര് സമുദായക്കാരാണ്, അവർ വിശ്വാസത്തിലുള്ളവർ അല്ല എന്നുള്ളതാണ് ബെന്തിക്കോസുകാരുടെ പക്ഷം. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള തെറ്റായ ചിന്താഗതിയിൽ ബെന്തിക്കോസുകാരുടെ ഇടയിലും മറ്റവരുടെ ചിന്തയിൽ അവരെന്താണ്? തള്ളപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ബെന്തിക്കോസുകാര് എന്ന് പറയുന്ന അവര് മധ്യസ്ഥന്മാരെ അംഗീകരിക്കുന്നില്ല, പിതാക്കന്മാരെ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ പിതാക്കന്മാരെ അംഗീകരിക്കാൻ ബെന്തിക്കോസുകാർ തുടങ്ങി. അതുകൊണ്ടാണ് നിക്കയൊക്കെ അവരുടെ എടുക്കാൻ തുടങ്ങി. കാരണം സ്റ്റേജുകളൊക്കെ കിട്ടേണ്ടതുകൊണ്ട് ബെന്തിക്കോസുകാർ പലരും ഇപ്പൊ എന്താണ് അവരുടെ സമുദായക്കാരുടെ, അതായത് എപ്പിസ്കോപ്പൽ സഭകളുടെ, അതായത് കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള അവരുടെ തൃത്വം എന്ന് പറയുന്ന ആ ഒരു നിക്യ വിശ്വാസം അവര് ഇപ്പൊ പിന്തുടരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു. നേരത്തെ യഹോവ ദൈവമാണെന്ന് ചോദിച്ചാൽ യഹോവയും ദൈവമാണെന്ന് പറയും, യേശു ദൈവമാണെന്ന് ചോദിച്ചാൽ യേശു ദൈവമാണെന്ന് പറയുന്ന ഒരു കൂട്ടം ബെന്തിക്കോസുകാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പോൾ ഞങ്ങൾ നിക്കയുടെ ആൾക്കാരാണ്, നിക്ക വക്താക്കളാണ്. പക്ഷെ നിക്ക വക്താക്കളാണെന്ന് പറഞ്ഞാലും ഇവരുടെ ഇടയിൽ ഇതുവരെയും മാനസികമായ ഒരു സ്നേഹമായിട്ടില്ല. കാരണം ബെന്തിക്കോസുകാരെ സംബന്ധിച്ച് അവർ രക്ഷിക്കപ്പെട്ടവരല്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണെന്നാണ് അവർ പറയുന്നത്. അത് തെറ്റ് തന്നെയാണ്, ബൈബിളിൽ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മധ്യസ്ഥന്മാരെ ആരാധിക്കുന്നവരാണ് എന്നൊക്കെയാണ് ബെന്തിക്കോസുകാർക്കുള്ള പരാതികൾ എന്ന് പറയുന്നത്.
അപ്പൊ അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ സമുദായക്കാർക്ക് വലിയ താല്പര്യമില്ല. രണ്ടാമത് ജനിക്കുക എന്ന് പറയുന്നത്, ഞങ്ങൾ മാമോദിസ ഒരിക്കൽ മാത്രം ഞങ്ങൾ മാമോദിസ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വിശ്വാസത്തെ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുകൊണ്ടാണ് അവർ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഇവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ ഒരു സുവിശേഷത്തിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. അവർ പറയും ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുണ്ട്, ഞങ്ങളുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരെ ഫോളോ ചെയ്ത് വരുന്നവരാണ് എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആരുമില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ ഇവരുടെ ഇടയിൽ ഒന്നും സ്നേഹമില്ലാത്ത. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഇവരിൽ ആരും എന്ത് ചെയ്യുന്നില്ല, ഇവരിൽ ആരും ഒന്നും വെളിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇവര് പുറമേ ഉള്ളതെല്ലാം നോക്കുകയാണ്. പുറമേ ഉള്ളത് നോക്കിയാണ് നിൽക്കുന്നത്. അകമേ ഉള്ളതാണ് ദൈവം നോക്കുന്നത്. അകമേ ഉള്ള നിന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്, അതിനെയാണ് നിരീകരിക്കുന്നത്, അതിനെയാണ് ദൈവം സ്വീകരിക്കുന്നെന്നുള്ളതാണ് ഈ കൂട്ടർക്ക് അറിയില്ല. ഈ കൂട്ടർ മതങ്ങളുടെയും ഓരോ അഭിപ്രായത്തിന്റെയും പുറകിൽ മാത്രം ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ബന്ധിക്കോസുകാരെയും കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള സഭകളുടെ ഒരു വലിയ പ്രത്യേകത, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കല്യാണം കഴിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇവരുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ചോദിക്കുന്നത് ഏത് സഭയാണ്, ഏത് പള്ളിയാണ് എന്നുള്ളതാണ് ഇവർക്ക് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, അല്ലേ? മറ്റു സമുദായങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അങ്ങനെ ചോദിക്കത്തില്ല. ഹിന്ദു ആണോ ഹിന്ദു, മുസ്ലിം ആണോ മുസ്ലിം എന്ന് ചോദിക്കും. പക്ഷെ ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിൽ ഭയങ്കര വേർതിരിവാണ്. കാരണം ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ ചോദിക്കും, ക്രിസ്ത്യാനി ഏതാണ്, ഓർത്തഡോക്സ് ആണോ, യാക്കോബയാണോ, മർത്തോമയാണോ, ബെന്തിക്കോസ് ആണോ എന്ന് പറയുമ്പോഴത്തേക്ക് താല്പര്യം. സമുദായ സഭക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളാണെങ്കിൽ അവരുടനെ പറയും ബെന്തിക്കോസ് ആണോ, വേണ്ട, ഞങ്ങൾക്ക് അവരുമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങള് ഇന്ന് ഈ പറയുന്ന സഭകളുടെ ഇടയിലൊക്കെ. ഇപ്പൊ കർത്താവിന്റെ വരവൊക്കെ അടുത്ത സഹോദരങ്ങളെ, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങളെ തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തുമെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യേണ്ട കാലം നിങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. കാരണം കർത്താവ് യേശു ക്രിസ്തു എന്താണ് പറയുന്നത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊരു പാഠം കർത്താവ് നമുക്ക് തന്നു, അല്ലേ? എന്നിട്ടും കാരണം നിങ്ങൾ ഇങ്ങനെ സമുദായത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ പ്രത്യേക വിഭാഗക്കാരാണ്, ഞങ്ങൾ ഓർത്തഡോക്സ് ആണ്, ഞങ്ങൾ യാക്കോബയാണ്, ഞങ്ങൾ മർത്തോമയാണ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്നിധി ചെല്ലുമ്പോൾ നിങ്ങളും പറയുമോ ഞങ്ങൾ മർത്തോമക്കാരായിരുന്നു, ഞങ്ങൾ ഓർത്തഡോക്സുകാരായിരുന്നു, ഞങ്ങൾ ബെന്തിക്കോസ് ആയിരുന്നു എന്ന് നിങ്ങൾ പറയുമോ? ഇല്ല. നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കപ്പെടത്തുള്ളൂ. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. കാരണം പലരും മറക്കുന്നു. കാരണം ഞാൻ ഇതാണ്, ഓർത്തഡോക്സ് ആണ്, യാക്കോബയാണ്, ക്രിസ്തുവിന്റെ അനുയായിയാണെന്ന് പറയുവാൻ ആർക്ക് കഴിയുമെന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ അനുയായിയാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുവാൻ. ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഓർത്തഡോക്സ് ആണോ, മർത്തോമയാണോ, യാക്കോബയാണോ എന്ന് ചോദിക്കുന്നതല്ല. അങ്ങനെ ഒരു വിശ്വാസത്തിനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവന്റെ അനന്തമായ സ്നേഹത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ സ്നേഹത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മറ്റൊരാളെ വേണ്ടാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതും വളരെ തെറ്റായ ഒരു പ്രവർത്തനം തന്നെയാണ്, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇക്കാലങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കർത്താവിന്റെ ആ ഒരു പാത പിന്തുടരാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ മർത്തോമയാണോ, യാക്കോബയാണോ, ആ ലെവലൊന്നും കർത്താവിന് അറിയേണ്ട കാര്യമില്ല. ബെന്തിക്കോസ് ആണെന്നോ ഒന്നും അറിയേണ്ട കാര്യം ഇല്ല. നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ, അവന്റെ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കാരണം നിങ്ങളുടെ സഭയുടെ ലേബലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൂട്ടായ്മയിൽ നിന്നു എന്നുള്ളതല്ല നിങ്ങളെക്കുറിച്ച് ദൈവം കണക്കിടാൻ പോകുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളാണ് അവൻ നോക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളാണ് അവൻ ശോധന ചെയ്യുന്നത്, അല്ലെ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കുമെന്ന് അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും ഒരു കാലത്ത്. അതുകൊണ്ട് ഈ പറയുന്ന സഭാ വേർതിരിവുകളും ചേരിചിന്തകളും ഒക്കെ മാറ്റിവെച്ച് കർത്താവിൽ ഒന്നിക്കുവാൻ ശ്രമിക്കും, പ്രിയ സഹോദരങ്ങളെ. കർത്താവിന്റെ വരവ് എത്രയോ ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബെന്തിക്കോസുകാരാ, അല്ലെ എപ്പിസ്കോപ്പൽ അല്ലെങ്കിൽ കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള സഭക്കാരാ,
എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയുവാനുള്ളൂ. കർത്താവിന്റെ സ്നേഹം അത് കളയരുത്. കർത്താവിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയണം. ഞങ്ങൾ പല വിഭാഗക്കാരാണ് എന്നുള്ള ആ ഒരു മാനദണ്ഡമുണ്ടാക്കി നിങ്ങളെ തന്നെ ഇല്ലാതാക്കാതെ ദൈവത്തിലേക്ക് ആഴമായി വരുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു സഹോദരങ്ങളെ. കാരണം കർത്താവ് വരുന്നതിന്റെ സ്തുതികൾ എത്രയോ അടുത്തിരിക്കുന്നു. കാരണം നമ്മുടെ നാട് അതിന്റെ തെളിവുകളൊക്കെയും ഉണർത്തിയിട്ടും ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അതിനെ എന്ത് ചെയ്യുന്നില്ല, വലിയ കനത്തോടെ എടുക്കുന്നുമില്ല. കാരണം ഈ കർത്താവിന്റെ വരവുകൾ എത്രയോ ആഗമനമായിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ട അത്യാവശ്യമാകുന്നു. നിങ്ങളുടെ ഇടയിലുള്ള ഈ മതിലുകൾ ഇടിച്ചു പൊളിക്കേണ്ടതായ സമയങ്ങൾ നിങ്ങൾക്ക് ആ മതിലുകൾ, അല്ലെ, ഈ പറയുന്ന മതങ്ങളുടെ മതിലുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം സഹോദരങ്ങളെ. അത് വിട്ടുകളഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങളെ ആരാണ് അങ്ങനെ? കാരണം മതിലുകൾ ഇട്ടത് മനുഷ്യനാണ്. അപ്പൊ ആ മതിലുകൾ വിട്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഒരുമിക്കുവാൻ, ആ കൂട്ടായ്മയിലേക്ക് ഒരുമിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു.